നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ റെസിപ്പിയെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഗ്ലാസ് റവ നമുക്കതിനായിട്ട് എടുക്കാം. അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഒരു ക്യാരറ്റ് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് അല്പം തേങ്ങ നമുക്ക് ചിരണ്ടിയ തേങ്ങയുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ചിരണ്ടിയതില്ലാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ നമുക്കിത് ഈ മിക്സിയുടെ പൾസ് മോഡിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ. ഇനി നമുക്കിത് ഈ ക്യാരറ്റും കൂടെ ഇതുപോലെയൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് എനിക്ക് എളുപ്പം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. നിങ്ങൾക്കും ഇങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. വേഗം പണി തീരും, ഒറ്റ ജാറ് കഴുകിയാൽ മതിയല്ലോ. ഈ റവയും ഈ ക്യാരറ്റും അതിലേക്ക് അല്പം ഒരു പിടി തേങ്ങയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്തോട്ടേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആ ക്യാരറ്റിൻ്റെ ജ്യൂസ് കൊണ്ട് നമ്മുടെ റവ നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും. ഇനി അതല്ല ഡ്രൈ ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുവെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു മിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇനി അതുമല്ല വേണമെങ്കിൽ അല്പനേരം റെസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഞാനിവിടെ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു അല്പം ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പുട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് കുറ്റിക്കകത്തോ അല്ലെങ്കിൽ മറ്റേ ചിരട്ടപ്പുട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിലേക്കിത് അടിയിൽ തേങ്ങ ഇട്ടു. ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത് പിടിച്ചു കഴിഞ്ഞാൽ കട്ടയായിട്ടിരിക്കണം. പക്ഷേ എന്നാൽ അത് കട്ടയാല്ല താനും. ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ ഗുണങ്ങളെപ്പറ്റിയൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എല്ലിനും പല്ലിനും കണ്ണിനും സ്കിന്നിനും വയറിൻ്റെ പ്രശ്നത്തിന് ഒത്തിരി ഗുണങ്ങളുള്ളൊരു പച്ചക്കറിയാണ് ക്യാരറ്റ്. പക്ഷെ നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഒത്തിരി മടിയുള്ളൊരു സാധനമാണല്ലേ. സാമ്പാറിൻ്റെ അകത്തും അവിയലിൻ്റെ അകത്തും തോരനായിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പം ഒരു പ്രഭാത ഭക്ഷണമായിട്ടും കൂടി ഇരിക്കട്ടെ ക്യാരറ്റ്. എങ്ങനെയുണ്ടാവുമെന്ന് നോക്കാമല്ലോ. പിന്നെ ഒരല്പം മേമ്പൊടിക്ക് തേങ്ങയും കൂടെ വെച്ച് ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ഞാനിത് ജസ്റ്റ് വീഡിയോയ്ക്ക് ആയതുകൊണ്ട് മാത്രം വെച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ നോർമലി തേങ്ങ വെക്കാറില്ല. ഞാനിത് കുക്കറിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള പുട്ടാണിത്. ഒന്നാമത്തെ കാര്യം, ഇതിന് കറി പോലും വേണ്ട എന്നുള്ളതാണ്. എൻ്റെ മോന് പുട്ട് സ്വതവേ വലിയൊരു ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതും ഉണ്ടെങ്കിൽ തന്നെ അവന് ശർക്കര അത് ഇതൊക്കെ വേണം. പക്ഷേ ഈ പുട്ട് അവന് ഒരു കറിയും വേണ്ട, ഒന്നുമില്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്തുണ്ട്, ഈ പുട്ടിനകത്ത് ഒരല്പം വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. അല്പം വെള്ളം കൂടിപ്പോയാലും കുറച്ച് കട്ടയൊക്കെ ഉണ്ടാവുമെന്നേ ഉള്ളൂ. പക്ഷേ സാധനം നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാനിത് കറികളുടെ കൂട്ടത്തിൽ ട്രൈ ചെയ്താലും ഞങ്ങൾക്കിത് കറിയില്ലാതെ കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. എല്ലാ ദിവസവും വെള്ളപ്പുട്ടൊക്കെ കണ്ട് നമ്മൾ മടുത്തിരിക്കുമ്പോഴൊക്കെ ഇതുപോലൊരു കളർ ചേഞ്ച് പിള്ളേർക്കും ഒക്കെ സന്തോഷമാകും. അപ്പം അവരും കഴിച്ചോളും. നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. വേറൊരു കാര്യം, ഈ പുട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം ആയാലും ഇത് നല്ല മയം ഉണ്ടാവും കേട്ടോ. അപ്പം മക്കൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാലുള്ള ചായക്കടിയും ഒരുമിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓവൻ്റെ അകത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുത്താൽ കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ.